ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൈനീസ് മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ലല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചൈനീസ് മിക്സഡ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ റെസിപ്പി ചെയ്യുമ്പോൾ. നമ്മൾ റൈസ് ഓവർ കുക്കാവാതെയും പിന്നെ കറക്റ്റ് പോർഷനിൽ വെജിറ്റബിൾസും പ്രോൺസും ചിക്കനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷായിരിക്കും. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസ്മതി റൈസാണ്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണുള്ളത്. പിന്നെ 2 മുട്ട, 250 ഗ്രാം പ്രോൺസ്. ഇത് തൊലി കളഞ്ഞിട്ടാണ് 250 ഗ്രാം ഉള്ളത്. ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ചെറിയ പ്രോൺസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചിക്കൻ 200 ഗ്രാം വേവിച്ചതാണ്. ഇത് ഉപ്പിട്ട് വേവിച്ചിട്ട് നീളത്തിൽ ചേന്തി വെച്ചിട്ടുള്ളതാണ്. ഒരു വലിയ ക്യാരറ്റ് നുറുക്കിയത്, 6-7 ബീൻസ് ഇതുപോലെ നുറുക്കി വെച്ചത്, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസുള്ള റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു തണ്ട് സ്പ്രിംഗ് അണിയൻ മൊത്തത്തിൽ നുറുക്കി വെച്ചതാണ്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയത്, ഒരു പച്ചമുളക് നുറുക്കി വെച്ചത്, 3 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഓയിൽ. ഞാനിവിടെ അരി വേവിച്ചൂറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ റൈസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 80% കുക്കായിട്ടുണ്ട്. മൊത്തമായിട്ട് വെന്ത് പോകാൻ പാടില്ല. ഫ്രൈഡ് റൈസിനൊക്കെ അങ്ങനെയാണ് നല്ലത്. അപ്പോൾ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഞാനിനി മുട്ട വറുത്തെടുക്കുന്നതാണ്. എൻ്റെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കുന്നതാണ്. മുട്ട ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മേലെ ഉറച്ച ശേഷം മാത്രം നമ്മൾ ഇളക്കുക. ഈ മുട്ട നമ്മൾ വറക്കുമ്പം അധികം പൊടി പോലെ ആയിപ്പോകരുത്. കുറച്ചൊരു കഷ്ണങ്ങളായിട്ടുണ്ടാവണം. ഇപ്പം നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുകയാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകും, വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. ആദ്യം ഞാൻ ക്യാരറ്റാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 തരം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സോയാ സോസ് ഒഴിക്കുന്ന സമയത്ത് സോയാ സോസിന് നല്ല ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സ്പ്രിംഗ് അണിയൻ ചേർക്കാം.
എല്ലാം മിക്സായി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി അതിലേക്ക് ചിക്കൻ, ഇനി നമുക്ക് അവസാനമായിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാം. റൈസ് എപ്പോഴും തണിഞ്ഞിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി നന്നായി തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഈ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. കഴിയുന്നതും നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കൽ ഒഴിവാക്കണം. ഇങ്ങനെ കുടഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ അരി നുറുങ്ങിപ്പോവും. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ്. നമ്മൾ റൈസിനെ മാത്രം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ചെയ്യുന്ന സമയത്ത്. റൈസ് എപ്പോഴും 80% കുക്ക് ചെയ്യാം. പറ്റുമെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പം ഈ ടേസ്റ്റി ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം.